പ്രണയത്തിൻ്റെയാണോ സൗഹൃദത്തിൻ്റെയാണോ എന്താണെന്നറിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അനുഭവിച്ചത് ദാരുണ അന്ത്യമായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഇപ്പോഴും സങ്കടം താങ്ങാനാവുന്നില്ല. ആ സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും കേൾക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതായി മാറുന്നത്. ചിത്രപ്രിയ എന്ന 19 വയസ്സുകാരി മരിക്കുന്ന സമയം എല്ലാവരും വിചാരിച്ചിരുന്നത് അവൾക്ക് മറ്റെന്തോ സംഭവിച്ചു എന്നത് തന്നെയാണ്. ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമെന്ന് കരുതിയവർക്ക് അവിടെ തെറ്റുപറ്റി. ശരിക്കും പറഞ്ഞാൽ അവൾ അകപ്പെട്ടത് ഒരു ചതിയിൽ തന്നെയായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു. ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുൻപ് ഇരുവരും ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടുകാരനും പെൺസുഹൃത്തിന് തോന്നിയ സംശയമാണ് എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ക മറ്റത്തിൽ നിന്ന് കാണാതായ 19-കാരിയുടെ ജീവനെടുത്തത്. ബാംഗ്ലൂരിൽ കൂട്ടുകാരിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അലൻ സംശയിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ അലൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ആ 19 വയസ്സുകാരൻ കുറ്റസമ്മതം നടത്തിയപ്പോൾ ഇല്ലാതായി പോയത് ആ പെൺകുട്ടിയുടെ വിശ്വാസവും പ്രണയവും സൗഹൃദവും ഒക്കെയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ഇവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന സംശയമെല്ലാം തന്നെ അലൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളായി തന്നെ ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പോലും തീരുമാനിക്കുകയുണ്ടായി. അതെല്ലാത്തിനും കാരണമായി മാറിയതും ഈ സംശയരോഗം തന്നെയാണ് എന്ന് പറയാം. പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ പലയിടത്തും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആൺസുഹൃത്ത് ഉള്ളതായി അലൻ സംശയിച്ചിരുന്നു. പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ചിത്രങ്ങൾ അലൻ കണ്ടു എന്നും പറയുന്നു. ഇതേ തുടർന്ന് പ്രകോപിതനായ പ്രതി പെൺകുട്ടിയെ ആക്രമിച്ചെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ആദ്യം ചോദ്യം ചെയ്തു വിട്ടയച്ച അലനെ പെൺകുട്ടിയുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസ് വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ ചിത്രപ്രിയ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോയതിനു ശേഷം ഇവരുടെ ബന്ധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ ചിത്രപ്രിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ അവർക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തിൽ താൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയെന്ന് അലൻ പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു. മുണ്ടങ്ങമറ്റം സ്വദേശിനി ചിത്രപ്രിയയെ ആണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സെബിയൂർ കൂരാപ്പള്ളി കയറ്റത്തിൽ ഗ്രൗണ്ടിൽ കണ്ടെത്തി. മലയാറ്റൂർ മുണ്ടങ്ങമറ്റം തിരുത്തിപ്പറമ്പിൽ ഷൈജുവിൻ്റെയും ഷിനിയുടെയും മകളാണ്. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. 6 മുതലാണ് കാണാതായത്. തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി. പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിയത്. അവൾ ഒരുപാട് അലനെ വിശ്വസിച്ചിരുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ബന്ധത്തെക്കാൾ ഉപരി കടന്നു പോകുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയവും വിഷമത്തിലേക്ക് നയിക്കുന്നതുമായി മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.